ഹലോ എവരിവൺ. സോ ഐസറിന്റെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം നമ്മളെല്ലാവരും പ്രിഫറൻസ് ഓർഡർ ഒക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. നിങ്ങളെ പ്രിഫറൻസ് ഓർഡർ ഫില്ല് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്പർ ലേണിംഗ് ഒരു വെബിനാർ സംഘടിപ്പിച്ചിരുന്നു. വെബിനാറിന്റെ വീഡിയോ റെക്കോർഡിങ്ങും ഇപ്പം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. നിങ്ങൾക്കത് തീർച്ചയായിട്ടും വാച്ച് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്രിഫറൻസ് ഓർഡർ തന്നെ നിങ്ങൾ മേക്ക് ചെയ്യുക. ആൻഡ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെ റിസൾട്ട് അനുസരിച്ച് ഏത് ഐസറിൽ നിങ്ങളുടെ റിസൾട്ട് അനുസരിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചും ഏത് ഐസറിലാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് 2023-ലെയും 2024-ലെയും ഏറ്റവും അവസാനം ഫില്ല് ചെയ്യപ്പെട്ട റാങ്ക്, കാറ്റഗറി വൈസ് ആയിട്ടുള്ള റാങ്ക് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ഐസർ പൂനെയുടെ കാര്യം നോക്കാം. 2023 ലാസ്റ്റ് പോയ ജനറൽ കാറ്റഗറി റാങ്ക് 717 ആയിരുന്നു. പക്ഷെ 1023 ഈ കഴിഞ്ഞ വർഷം പോയത്. അതായത് ഒരു 306 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. സിമിലർലി OBC NCL കാറ്റഗറി നോക്കുകയാണെങ്കിൽ 371 ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം 938 ആണ്. ഏകദേശം 567 റാങ്കിന്റെ ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. SC കാറ്റഗറി ആണെങ്കിൽ 266 ആയിരുന്നു. കഴിഞ്ഞ വർഷം 340. 74 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ്. ST ആണെങ്കിൽ 65 ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം 222 ആണ്. 157 സീറ്റിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ്. അതുപോലെ EWS 142 ആയിരുന്നു എങ്കിൽ 24-ലായപ്പം 247 105 റാങ്കുകളുടെ വ്യത്യാസമാണ് ഇവിടെ വന്നത്. അതാണ് ഐസർ പൂനെനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഐസർ കൊൽക്കത്തയിൽ 2023 ഫില്ല് ചെയ്യപ്പെട്ട ലാസ്റ്റ് റാങ്ക് 1801 ആണ്. അതുപോലെ തന്നെ 2024-ലും 1801 ആണ്. അപ്പൊ ഈ 2 വർഷങ്ങളിൽ ഒരു പ്രത്യേകിച്ചൊരു ഷിഫ്റ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ OBC NCL കാറ്റഗറിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 935 ആയിരുന്നു 23-ല്. പക്ഷെ 1369 ആണ് ഈ കഴിഞ്ഞ വർഷം. 434 സീറ്റുകളുടെ ചേഞ്ച് ആണ് ഉണ്ടായത്. SC കാറ്റഗറി 364 ആയിരുന്നു. കഴിഞ്ഞ വർഷം 502 സീറ്റുകളുടെ എണ്ണം 138 റാങ്കുകളിൽ വ്യത്യാസം വന്നു. അതുപോലെ തന്നെ ST കാറ്റഗറി ആണെങ്കിൽ 217 ആയിരുന്നു 23-ല്. 2024-ല് 276 ആണ്. 59 റാങ്കിന്റെ ഒരു ഷിഫ്റ്റ് ആണ് വന്നത്. ആൻഡ് ഫൈനലി EWS 228 ആയിരുന്നു. ആൻഡ് ഈ വർഷം അത് 373 145 റാങ്കിന്റെ വ്യത്യാസം വന്നു. അതാണ് ഐസർ കൊൽക്കത്തയുടെ. ഇനി അടുത്ത ഐസർ ആയിട്ടുള്ള മൊഹാലിയുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ജനറൽ കാറ്റഗറിയിൽ 2023-ല് 2229 ആയിരുന്നു ലാസ്റ്റ് പോയ റാങ്ക്. പക്ഷെ കഴിഞ്ഞ വർഷം അത് 3034 അതായത് 805 സീറ്റിന് അല്ലെങ്കിൽ 805 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ്. അതുപോലെ തന്നെ OBC NCL ആണെങ്കിൽ 1338 ആയിരുന്നു കാറ്റഗറി റാങ്ക് 23-ല്. പക്ഷെ 24 ആയ സമയത്ത് 1781 443 റാങ്ക് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ 2023-ല് നമ്മൾ SC കാറ്റഗറിയുടെ നോക്കുകയാണെങ്കിൽ 550 ആയിരുന്നു. അത് 675 125 റാങ്ക് ഷിഫ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ST ആണെങ്കിൽ 256 ഉള്ളത് 329 പോസിറ്റീവ് ആയിട്ടുള്ള ഒരു 73 റാങ്കിന്റെ ഷിഫ്റ്റ് ആണ് സംഭവിച്ചത്. ആൻഡ് EWS കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ 356 ഉള്ളത് കഴിഞ്ഞ വർഷമായപ്പോൾ 343 ഒരു നെഗറ്റീവ് ഷിഫ്റ്റ് ആണ് ഇവിടെ വന്നത്. 13 റാങ്ക് പിറകോട്ടാണ് കഴിഞ്ഞ വർഷം വന്നത്. അപ്പം അടുത്ത ഐസറിനെ നമുക്ക് നോക്കാം. ഐസർ ഭോപ്പാൽ ജനറൽ കാറ്റഗറി 2023-ല് പോയ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 2609 ആയിരുന്നു. കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് 3136 ആണ്. അപ്പൊ എത്ര സീറ്റാ കൂടിയത്? 527 റാങ്കിന്റെ വ്യത്യാസം വന്നു. ആൻഡ് OBC NCL കാറ്റഗറിയിലാണെങ്കിൽ 1305 ആയിരുന്നത് 1712 ആണ് കഴിഞ്ഞ വർഷം വന്നത്. 427 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ് വന്നത് നമുക്ക് കാണാൻ പറ്റും. 2023-ല് SC കാറ്റഗറിന്റെ അവസാനം എടുത്ത റാങ്ക് എന്ന് പറയുന്നത് 600 ആയിരുന്നു. കഴിഞ്ഞ വർഷം അത് 704 അതിനർത്ഥം 104 സീറ്റുകളുടെ അല്ലെങ്കിൽ 104 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ് വന്നു. ഇനി ST കാറ്റഗറി ആണെങ്കിൽ 272 ഉള്ളത് കഴിഞ്ഞ വർഷം 349 52 റാങ്കിന്റെ വ്യത്യാസം വന്നു. EWS കാറ്റഗറി ആണെങ്കിൽ 346 ആയിരുന്നു. അത് 525 എന്ന് പറഞ്ഞാൽ
179 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ് വന്നു. ഇനി അതുപോലെ തന്നെ ഐസർ തിരുവനന്തപുരത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2965 ആയിരുന്നു 2023 ഐസറിൽ ജനറൽ കാറ്റഗറി ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ഏറ്റവും അവസാനം എടുത്ത റാങ്ക്. ബട്ട് കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 3447 ജനറൽ കാറ്റഗറി റാങ്ക് വരെ ഐസർ തിരുവനന്തപുരത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതായത് 482 റാങ്കിന്റെ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി OBC NCL കാറ്റഗറിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ 1241 ആയിരുന്നു, അത് 1409 ആയിട്ട് കൂടി. അതായത് 168 റാങ്കിന്റെ വ്യത്യാസം ഒരു വർഷം കൊണ്ട് വന്നു. SC കാറ്റഗറി ആണെങ്കിൽ 687 നിന്നും 858, അതായത് 171 റാങ്കിന്റെ ഷിഫ്റ്റ് ആണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വന്നത്. ST റാങ്ക് 304 നിന്നും 417 എത്തിയിട്ടുണ്ട്. 113 റാങ്കുകളുടെ പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്. EWS 456 നിന്നും 625 എത്തിയിട്ടുണ്ട്. 169 റാങ്കുകളുടെ പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്. ഇനി ഐസർ തിരുപ്പതി നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 3290 ആയിരുന്നു അവസാനം ജനറൽ കാറ്റഗറിക്ക് കിട്ടിയ റാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ 2024 ആയപ്പോൾ അത് 4325 ആയി. ഏകദേശം 1035 സീറ്റുകളിൽ അല്ലെങ്കിൽ 1035 റാങ്കിൽ വന്ന പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്. OBC NCL ആണെങ്കിൽ 1446 ഉള്ളത് 2318 ആയി. 872 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്. SC 709 944 ആയി. 235 റാങ്കുകളാണ് മാറിയത്. ST 302 ഉള്ളത് 472 ആയി. 170 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ EWS 2023 528 വരെ റാങ്ക് ഉള്ള ആളുകളായിരുന്നു എടുത്തിരുന്നത്. പക്ഷെ 24 വന്നപ്പോൾ 782 ആണ്. അതായത് റാങ്കിന്റെ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 254 റാങ്കിന്റെ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് കാണാൻ പറ്റുക. ഇനി ഏറ്റവും അവസാനമായിട്ട് ഐസർ ബർഹംപൂർ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 3434 റാങ്ക് വരെയാണ് ജനറൽ കാറ്റഗറിയിൽ എടുത്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം 4484 സ്റ്റുഡൻസിനെയാണ്, അതായത് 4484 റാങ്ക് വരെയുള്ള സ്റ്റുഡൻസിനെയാണ് എടുത്തത്. അതായത് എത്രത്തോളം റാങ്കിന്റെ വ്യത്യാസമാണെന്ന് ചോദിച്ചാൽ 1050 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് ഉണ്ടായത്. അതുപോലെ തന്നെ OBC NCL കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം 1586 ആയിരുന്നു, അതിപ്പോ 2407 ആയി. കഴിഞ്ഞ വർഷം 821 റാങ്കിന്റെ പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് ഇവിടെ ഉണ്ടായത്. SC കാറ്റഗറി 704 നിന്നും കഴിഞ്ഞ വർഷമായപ്പം 965 റാങ്ക് വരെ എടുത്തു. ആൻഡ് ST കാറ്റഗറി ആണെങ്കിൽ 309 ആയിരുന്നു, ആൻഡ് അത് കഴിഞ്ഞ വർഷമായപ്പോഴേക്ക് 475 ആയി. അതിന്റെയൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ EWS 521 ആയിരുന്നു, കഴിഞ്ഞ വർഷമായപ്പം 769 റാങ്ക് വരെ എടുത്തു. അതിന്റെ അർത്ഥം ഇത്രയധികം വലിയൊരു ഷിഫ്റ്റ്, വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് റാങ്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഒരാളുടെ റാങ്ക് അല്ലെങ്കിൽ ഏതൊക്കെ റാങ്കിലാണ് സെലക്ഷൻ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആ വർഷത്തെ കോമ്പറ്റീഷൻ ആണ്. ആ വർഷം വന്ന് എക്സാം എഴുതിയ ആളുകളുടെ പ്രിഫറൻസ് ആണ്. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ജമ്പിനേക്കാൾ കൂടുതൽ, അതായത് 2023 നിന്നും 24 എത്തിയ സമയത്ത് റാങ്കിൽ വന്ന പോസിറ്റീവ് ഷിഫ്റ്റിനേക്കാൾ കൂടുതൽ സാധ്യത ഈ വർഷം ഉണ്ടാവാനുണ്ട് എന്നുള്ളതാണ് കാര്യം. കോമ്പറ്റീഷൻ കൂടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഐസറിന്റെ അകത്ത് പുതിയ കോഴ്സുകളും സീറ്റുകളും കൂടിയിട്ടുണ്ട്. അപ്പൊ ആളുകളുടെ പ്രിഫറൻസ് ഇതിൽ നിന്നും പുറത്തേക്ക് പോവാൻ, ഐസറിൽ നിന്നും പുറത്തേക്ക് പോവാനും കുറച്ചധികം പ്രിഫറൻസ് ഈ വർഷം വരാന് സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾക്ക് ഒന്നാമത്തെ ഫസ്റ്റ് റൗണ്ട് ഓഫ് കൗൺസിലിങ്ങിന്റെ റൗണ്ടിന്റെ റിസൾട്ട് പുറത്തു വന്നാൽ കുറച്ചും കൂടി ഒരു ധാരണ നമുക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ഇപ്പം പ്രിഫറൻസ് ഓർഡർ ഒക്കെ ഫില്ല് ചെയ്യുന്ന തിരക്കിലായിരിക്കും എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നമ്മളുടെ പ്രിഫറൻസ് ഓർഡർ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യത്തെ കൗൺസിലിംഗ് റൗണ്ടിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു കമ്പാരിസൺ നടത്താം. ഫസ്റ്റ് റൗണ്ട് 2023 വേഴ്സസ് 2024 വേഴ്സസ് 2025 ഫസ്റ്റ് റൗണ്ടിന്റെ ഒരു കമ്പാരിസൺ വരുന്ന സമയത്ത്
നമുക്ക് മനസ്സിലാവും ഏതൊക്കെ റാങ്കുകളിൽ ഈ വർഷം ഐസറിന് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും മനസ്സിലാവുന്നതാണ്. സോ അങ്ങനെ ഒരു കമ്പാരിസൺ വീഡിയോ ആ സമയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ, അത് റെലവെന്റ് ആയിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കും. സോ എന്താണ് അടുത്ത വീഡിയോ ചെയ്യേണ്ട കാര്യം എന്നുള്ളതിനെ കുറിച്ചും നിങ്ങളൊന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടും അറിയിക്കാവുന്നതാണ്. സോ കൗൺസിലിംഗ് റൗണ്ട് തുടങ്ങിയാൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗിന്റെ സ്റ്റെപ്പ്, എങ്ങനെയാണ് നമ്മളുടെ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കേണ്ടത്, സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടച്ചാൽ നമുക്ക് തിരിച്ച് കിട്ടുമോ, എന്താണ് ഫ്രീസ്, എന്താണ് ഫ്ലോട്ട്, ഇതിനെക്കുറിച്ചെല്ലാം ഞാനൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷനും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ നിങ്ങളുടെ ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള എല്ലാ ഐസർ ആസ്പിറൻസും കഴിഞ്ഞ വർഷം ഐസറിലേക്ക് ജോയിൻ ചെയ്ത സ്റ്റുഡൻസും അടങ്ങുന്ന ഒരു വലിയ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി നമ്മൾക്കുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഐസറിന്റെ അപ്ഡേറ്റുമായിട്ട് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും വരാം. Thanks for watching.